കെണിഞ്ഞല്ല. അറിയിക്കോ എന്തിനാ അവർ പോകാൻ സമ്മതിക്കും. നിങ്ങൾ എങ്ങനെ പോകും? പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും അവർ പിടിക്കാണ്ട് പോയിക്കോളാം. അതിനാണെങ്കിൽ പിന്നെ എന്നെ കയറ്റി എന്തിനാ? ആടെ നിന്നെങ്കിലും വല്ല വണ്ടിയെങ്കിലും കിട്ടുമായിരുന്നു. ഇയാൾ എന്നെ വീട്ടിൽ വിട്ടിട്ട് പോയാൽ മതി, ഞാൻ ഇറങ്ങൂല. ഞാൻ പറഞ്ഞല്ലേ മാവിലായി കയറി പോവാന്ന്. നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഈ വഴി പോകുന്നത്. നിനക്ക് ഹർത്താലാന്നറിയില്ലേ? അയ്യോ നിർത്ത് നിർത്ത് നിർത്ത്. എന്താ എന്റെ കവർ പോയി. പെട്ടെന്ന് നോക്കിട്ട് ചുറ്റും ആ പെറുക്കിനെ. നിങ്ങൾ കവർ കളഞ്ഞിട്ടല്ലേ? ഇതേതാ വഴി? കാടാ ചെറുക്കുള്ള ഷോർട്ട് കട്ടാ. ഇതിലെ കാവുംഭാഗത്താൻ എത്ര സമയം എടുക്കും? തിരക്കുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഇറങ്ങിക്കോ. നിർത്ത്, ഞാൻ നടന്നു പോയിക്കോളാം. എന്ത് തലക്കനപ്പോൾ ഇത്? 5 മിനിറ്റ് എടുക്കും, ഞാൻ തന്നെ ഉണ്ടാക്കാം. ആ കുന്നുമേലോട്ട് കയറി ഇറങ്ങിയാൽ മതി. കയറി എന്ത് പറ്റി? ഒന്ന് ഇറങ്ങിയ പിടിച്ച ഇന്ന് വല്ലതും നടക്കോ? ശരി. ഈടെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിന് വീടുണ്ട്, ഞാൻ അവനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഇതാ എൻ്റെ വണ്ടിയിൽ പെട്രോൾ തീർന്നു പോയി. എൻ്റെ വീടിൻ്റെ അടുത്തുണ്ട് ഞാൻ. ഞാൻ അങ്ങോട്ട് വരാം. ഒരു 5 മിനിറ്റ് കുറച്ച് പെട്രോൾ ഒപ്പിച്ചിട്ട് വരാം.
മിനിറ്റ് കൊണ്ട് നടന്നെത്തേണ്ട സ്ഥലത്ത് ഇതുവരെ ആയിട്ട് എത്തിയിട്ടില്ല. ഇവിടെ വിട്ടാ മതി. ഇവിടെ നിർത്തിക്കോ. താങ്ക് യു. എന്നാ ശരി. ഉപേന്ദ്ര, എന്താ വന്നേട്ടാ? മോനെ, ചെറിയൊരു പ്രശ്നമുണ്ട്. നീ ഒന്ന് അകത്ത് കിടക്കേണ്ടി വരും. 2 ആഴ്ച. അപ്പോഴത്തേക്കും ഹൈക്കോടതി ജാമ്യം എടുക്കാമെന്ന് ബാലകൃഷ്ണൻ വക്കീൽ പറഞ്ഞു. ഞാൻ ആ എസ് ഐയോട് എനക്ക് അമ്മൂനെ പറഞ്ഞു, ഒരു രക്ഷയില്ല. ആ ASP ആന്ന് ചൊറ. ആ ത്രിപുരക്കാരൻ ചെക്കൻ ഓൻ 50 മില്ലും അടുക്കുന്നില്ല. നിങ്ങൾ എന്തിനാണ് ഗോവിന്ദന്റെ ബേജാറാന്ന്? നിങ്ങൾ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു, ഞാൻ കാണിച്ചു കൊടുത്തു. ജയിലിൽ പോകാൻ പറഞ്ഞാൽ ഞാൻ ജയിലിൽ പോകും. എപ്പോഴാ പോകണ്ട്? നമ്മൾ റെഡി. ഞാൻ പറയാം. തുളസി, നീ കളി ഇരുത്തിയാ? ഞാൻ വീട് വരുന്നു. ഞാൻ കളിക്കാൻ പോകുന്നു. ഇനി റിമാൻഡിലായ 2 ആഴ്ചത്തിൽ കളിക്കാൻ പറ്റില്ലടാ. അച്ഛാ, ഞാൻ ഓട്ടം പോരെ. നീ ഔട്ടാണ്. മാറ്റി മാറ്റി. ഞാൻ പോവാം. നിങ്ങൾ ഒരുപാട് വൈകിയല്ല. ഇപ്പൊ എത്തിയത് ഭാഗ്യം. ഈ ദിനേശേട്ടന് നാട് നിറച്ച ആൾക്കാരല്ലേ. ഫുൾ ടൈം ഫോൺ വിളി സംസാരം. എന്തായി ദിനേശ? നാളെ രാവിലെ UP സ്കൂളിൽ പൊതുയോഗമുണ്ട്. ചേച്ചി, ഞാൻ പറഞ്ഞ കൊണ്ടതിനാ. നിങ്ങളുടെ പാർട്ടിക്കാരനാണ്. എന്താണ് നിങ്ങളുടെ നിലപാട്? സുധാകരൻ കഴിഞ്ഞ അരനൂറ്റാണ്ടായി KJPയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന രക്തസാക്ഷികളുടെ പരമ്പരയിൽ ഏറ്റവും ഒടുവിലത്തെ കണ്ണിയാണ് സഖാവ് MK. ഹർഷൻ ഇവിടെ സൂചിപ്പിച്ച ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ആരാണ് ഈ അക്രമ പരമ്പര തുടങ്ങിയത്? ഇടതുപക്ഷ പ്രസ്ഥാനം ബ്രിട്ടീഷുകാർക്കും ജന്മിമാർക്കുമെതിരെ വാരിക്കുന്തവും മമ്പും. കഴിഞ്ഞ തവണ കുഞ്ഞിക്കണ്ണൻ സാവിന് പകരം നമ്മുടെ സുധാരണ നിർത്തിയെങ്കിൽ ഒരു 15,000 വോട്ടിനെങ്കിലും നമ്മൾ ജയിച്ചേനെ എന്നത് ഒരിക്കലും ഞങ്ങളുടെ നയമായിരുന്നു. 1940-50കളിലും കണ്ണൂരിൽ അക്രമത്തിന് രാഷ്ട്രീയമുണ്ടായിരുന്നു. അന്ന് ഇവിടെ KJPയും രാഷ്ട്രപരിവാറും ഉണ്ടായിരുന്നില്ല. തെക്കൻ കാനായിലെ സമ്പന്ന മുതലാളിമാരുടെ ചൂഷണത്തിനെതിരെ സംഘടിച്ച തൊഴിലാളി പ്രസ്ഥാനങ്ങളെ കായികപരമായി അമർച്ച ചെയ്യാൻ വേണ്ടി മുതലാളിമാർ ഇറക്കുമതി ചെയ്ത കൂലിത്തല്ലുകാരാണ് KJP എന്ന വലിയ വിഷമിക്കുന്ന ഈ പ്രസ്ഥാനം ഇവിടെ ആരംഭിച്ചത്. ചരിത്രത്തിൽ
നമുക്കത് മനസ്സിലാകും. ബാറ്ററിയില്ല. 1960കളിലും ഞാൻ മേടിച്ചു തരാം കേട്ടോ. പ്രത്യേകിച്ച് 1971 തലശ്ശേരിയിൽ KJP-ക്കാർ സൃഷ്ടിച്ച വർഗീയ ലഹളകൾ, സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്കെതിരെയുള്ള ഗുണ്ടാ ആക്രമണങ്ങൾ, ഇതൊക്കെയാണ് കണ്ണൂരിലെ രാഷ്ട്രീയ അന്തരീക്ഷം കലുഷിതമാക്കുന്നതിന് വിത്തുപാകിയത്. ഇവിടെ ശ്രീമതി രാധാ ബാലകൃഷ്ണൻ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളാണ് രാഷ്ട്രപരിവാറുകൾ എന്ന് പറയുന്നത് കേട്ടു. ഇത് കേട്ടാലേ കണ്ണൂരിലെ കൊച്ചുകുട്ടികൾ വരെ പൊട്ടിച്ചിരിക്കുന്നുണ്ടാവും. ഈ കൊലപാതകം നടക്കുന്നതിന്റെ 4 ദിവസം മുമ്പ് തലശ്ശേരി ടൗണിൽ പരസ്യമായി ഉദ്യോഗം എന്ന പേരിൽ നടത്തിയ പരസ്യമായ രാഷ്ട്രീയ കൊലവിളി കേരളം കണ്ടില്ലെന്ന് നടക്കണം. സഖാവ് NK രവീന്ദ്രന്റെ രക്തസാക്ഷിത്വം കണ്ണൂരിൽ മനുഷ്യന്റെ ജീവിതം ഇന്ന് ഇതേ ധനത്തിലേയിരിക്കുന്നു. ഇത് നിങ്ങളുടെ ആരോഗ്യമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവിയാകാം, അല്ലെങ്കിൽ ഒരു ശുഭകാര്യം ഏതുമാകാം. ഈ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ ഒരു കാലുറപ്പിച്ച് മറ്റേതെടുത്ത് വെക്കണമെങ്കിൽ ഏത് ആവശ്യമാണോ അതാണ് ധനം. ഒരു ലിസ്റ്റ് ഉണ്ടായിക്കോ. ഇത് ഇന്നീ ലോകത്ത് മനുഷ്യ ജീവിതത്തിൽ ഇത്രയും മഹത്വമുള്ള ഈ ധനം ആവശ്യത്തിനനുസരിച്ച് എത്ര ആളുകളുടെ അടുത്തുണ്ട്? എത്ര ശതമാനം ആളുകൾക്ക് മൊബൈലായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്? സത്യം പറഞ്ഞാൽ പ്രശ്നങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു പരിഭാഷ നൽകുന്ന പോലെ ബുദ്ധിമുട്ടുള്ള കാര്യം. മനുഷ്യനും സാമ്പത്തികമായി അതിനുവേണ്ടി നിരന്തരമായി ഇത് മാത്രമല്ല, ധനസമ്പാദനത്തിന്റെ കാര്യത്തിൽ എത്ര പ്രാവശ്യം പരാജയപ്പെടുന്നുവോ വീണ്ടും വീണ്ടും അതിനായി പരിശ്രമിക്കും. എന്നാൽ ഈ പരിശ്രമം കാറ്റിന്റെ ഗതി അനുസരിച്ച് തൻ്റേതല്ലാത്ത കാരണത്താൽ 2 കുട്ടികളുള്ള തീയ യുവതി 32 ശുദ്ധജാതകം. എന്താ നോക്കുന്ന? എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇങ്ങനെ പോയാ നിങ്ങൾക്ക് പെണ്ണ് കിട്ടുമെന്ന് തോന്നില്ല കേട്ടോ. ചൊവ്വാദോഷമായി പോയില്ലടോ. ചൊവ്വാദോഷം നിങ്ങൾ FB കണ്ട ആദ്യമല്ല മൂത്രം കോരി മുഖത്തേക്കാൻ പറയുന്നതാണ്. നിങ്ങൾ ഏതെങ്കിലും പെണ്ണുങ്ങൾ കല്യാണം കഴിക്കുക? എടോ ഞാൻ പറഞ്ഞല്ല, ബാബ പറഞ്ഞ. അയക്ക് കല്യാണം കഴിക്കേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെ പോയാൽ 5 കൊല്ലം കഴിഞ്ഞവനൊരു സന്യാസിയാവും. അമ്മ ഒന്ന് പോചക്ക. ഡീസലില്ലെങ്കിൽ അടിച്ചേ. എടാ ഉപേന്ദ്രന് നിന്ന് അകത്ത് പോകണം. ഓൻ്റെ അവിടെ കൊടുക്കാനുള്ള അരി സാധനം എല്ലാം മാഷിൻ്റെ അടുത്ത് നിന്ന് എടുത്തോ, പിന്നെ കൊടുക്കാം. ജീപ്പ് എടുത്തോ. ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം, നീ എടേക്ക്. രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ ധീരന്മാർ, രക്തസാക്ഷികൾ ധീരന്മാർ, ധീരന്മാർ അവർ വീരന്മാർ, ധീരന്മാർ അവർ വീരന്മാർ. ഇൻകുലാബ് 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 സിന്ദാബാദ്, ഇൻകുലാബ് 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 സിന്ദാബാദ്. പ്രിയപ്പെട്ട സഖാക്കളെ, അടുത്തതായി പാർട്ടിക്ക് വേണ്ടി ധീര രക്തസാക്ഷിത്വം വരിച്ച സഖാവ് NK രവീന്ദ്രൻ കുടുംബസഹായ ഫണ്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ഇന്നും സമരവീര്യം ചോർന്നു പോകാത്ത പാർട്ടിയുടെ ധീര പോരാളിയും ജീവിക്കുന്ന രക്തസാക്ഷിയുമായ സഖാവ് കല്ലേൽ മോഹനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യ സംഭാവനയുടെ ചെക്ക് പാർട്ടിക്ക് വേണ്ടി ഏറ്റുവാങ്ങുന്നത് നമ്മുടെ ജില്ലാ കമ്മിറ്റി അംഗവും പാർട്ടിയുടെ മുന്നണി പോരാളിയുമായ സഖാവ് ചെന്നം സുധാകരനാണ്.
ലാൽ സലാം സഖാവേ. ലാൽ സലാം. ഈ അവസരത്തിൽ നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതിനായി സഖാവ് ചെന്യം സുധാകരനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഖാക്കളെ, കയ്യൂരിന്റെയും കരിവള്ളൂരിന്റെയും വിപ്ലവ സ്മരണകൾ തുടിക്കുന്ന ഈ കണ്ണൂരിന്റെ മണ്ണിൽ ഒരു രക്തതാരകം കൂടി ഉദിച്ചിരിക്കുന്നു. സഖാവ് NK രവീന്ദ്രൻ. ചെന്നിയത്തിന്റെ മണ്ണിൽ വീണ സഖാവ് രവീന്ദ്രന്റെ ചുടുചോരിയെ സാക്ഷിയാക്കി ഞാനിതാ പ്രഖ്യാപിക്കുന്നു, നമ്മൾ തിരിച്ചടിക്കും, നമ്മൾ തിരിച്ചടിച്ചിരിക്കും, പകരം ചോദിച്ചിരിക്കും. പട്ടിണി പാവങ്ങളുടെയും കർഷകരുടെയും തൊഴിലാളികളുടെയും തോളോട് ചേർന്ന് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി എന്നും പൊരുതിയ നമ്മുടെ പ്രിയ സഖാവിന്റെ ചോരക്ക് പകരം ചോദിക്കാതെ ചെന്നിയത്തെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഉറങ്ങുകയില്ല. പ്രിയ സഖാക്കളെ, MSPക്കാരുടെ തോക്കിനു മുന്നിൽ തലകുനിക്കാത്ത ഈ പാർട്ടിയുടെ വീര്യം കെടുത്താൻ സ്റ്റീൽ ബോംബും വടിവാളും കൊണ്ട് കഴിയും എന്ന് കരുതുന്ന മണ്ടന്മാരായ ഫാസിസ്റ്റ് ക്രിമിനലുകളോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ. നൂറുകണക്കിന് വിപ്ലവകാരികളുടെ ജീവത്യാഗത്തിന്റെ തീയിൽ കുരുത്ത ഈ പ്രസ്ഥാനത്തിന്റെ ഉൾക്കരുത്ത് നിങ്ങൾ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല, മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. ഫാസിസ്റ്റ് വർഗീയവാദികൾ ഇന്ത്യ ഭരിക്കുന്നുണ്ടാവും, അവരെ നാം ഓർമ്മിപ്പിക്കട്ടെ. കാവാലികരെ, നിങ്ങളുടെ അധികാര ഹുങ്കിന് മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന ജാനിക്കുട്ടി, നീ എന്തിനാ എപ്പോ ഇങ്ങനെ പൈസ ചെലവാക്കുന്നത്? എന്റെ ജാനമോൾക്ക് വരച്ചു പഠിക്കാനല്ലേ? നീ മേടിച്ചു കൊടുക്കും, എന്നിട്ട് അതുപോലെ ഓരോന്ന് ഓള് വേണമെന്ന് പറയുമ്പോൾ ഞാൻ ഏടെന്നെടുത്ത് കൊടുക്കാനാ? നെയ്ത്തുശാലയിൽ നിന്ന് ആകെ കിട്ടുന്ന 3000 റുപ്യ. എന്നോട് പറഞ്ഞാ പോരെ? നീ അമേരിക്ക പോവല്ലേ, പിന്നെ നിന്നെ കാണാൻ കൂടി കിട്ടൂല. ഞാൻ മൈസൂരിൽ പോയപ്പോ നീ എന്നെ കാണുന്നില്ലേ? പിന്നെ അമേരിക്കയും മൈസൂരും ഒക്കെ ഇപ്പോൾ ഒരുപോലെ തന്നെയാണ്, വലിയ ദൂരമൊന്നുമില്ല. എൻ്റെ സ്കോളർഷിപ്പ് ഒന്ന് ശരിയായിക്കോട്ടെ. പിന്നെ എൻ്റെ ജാനിമോള് വലുതാവുമ്പോൾ ഞങ്ങളൊന്ന് അമേരിക്കയിലേക്ക് പോവും, അല്ലേ ജാനിക്കുട്ടി? Sir, which car do you own? Vento. Vento. Okay. How much is your monthly EMI? 15,000. Okay. Then I have a plan for you. If you pay a premium of 25,000, you know how much cow will you get? I don't know. Any guess? Okay. I'll show you. Then you are covered for 1 crore rupees. Okay. Excuse me. ഹലോ. ഹലോ, ഞാൻ ഐശ്വര്യാണ്. തിരക്കിലാണോ ആനന്ദ്? ഇല്ലില്ല, പറഞ്ഞോ. ഇല്ല, ഒന്നുമില്ല. ഞങ്ങൾ റിച്ചി സിനിമയ്ക്ക് പോയാലോ എന്ന് വിചാരിച്ചു. ആനന്ദിന് തിരക്കില്ലെങ്കിൽ വരുന്നുണ്ടോന്ന് ചോദിക്കാൻ വിളിച്ചതാ. ഇല്ല, തിരക്കില്ല. എവിടെ പടം? വുഡ്ലാൻഡ്സ് തിയേറ്ററില്ല. ആനന്ദ് വരുന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കട്ടെ? 5:30 പടം. ആ, ഞാൻ ഇന്നും എത്തിക്കോളാം. ഓക്കെ, എന്നാ ശരി. ഓക്കെ. അയ്യോ, I'm extremely sorry. I have to leave for an urgent meeting. Please wait. My assistant will get back to you. Yes. Okay? Sir, please wait. Okay. Sorry. Keshav. എന്താണ്? മിനിമം 15,000 രൂപ പ്രീമിയം കിട്ടുന്ന അറ്റൻഡ് ചെയ്താൽ നിനക്ക് ഇൻസെന്റീവ്. അപ്പൊ നീ എവിടെ പോകും? അർജന്റ് മീറ്റിംഗ്. അപ്പൊ ഇത് മീറ്റിംഗ് അല്ലേ? വാ, പെട്ടെന്ന് കേറാം. പാടം തുടങ്ങി. അയാൾ ഇനി വരുമെന്ന് തോന്നുന്നില്ല. ജനഗണമന കഴിഞ്ഞിട്ട് കേറിയാ പോരെ? എടെത്തി?
എന്തായി കുറേ നേരമായി തുടങ്ങിയിട്ട്? തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ எவ்வளோ நாளாச்சு? இப்பெல்லாம் அடிக்கடி வர்றது இல்லையா? இது அதே கேமரா தானே? போட்டோ எடுக்கும்போது குறுக்க நிக்காதீங்க. ஜுவனைல் ஹோம்ல மட்டும் என்ன சுத்தி சுத்தி നീ ഹോസ്റ്റലിലേക്ക് വരുന്നുണ്ടോ? ഞാൻ ഡ്രസ്സൊന്നും എടുത്തില്ല. ഞാൻ വീട്ടിലേക്ക് പോവാ. വിട്ടോടെ അപ്പോൾ പോയ ഓട്ടോയിൽ കിട്ടും. ബൈ. ഐശ്വര്യ വീട്ടിലേക്ക് വന്നോ? ആ എന്നാ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വാ. ഈ സാധനത്തിൽ പെട്രോൾ വല്ലതും ഉണ്ടോ? ഉണ്ട്, ആവശ്യത്തിലധികം. കയറിക്കും. ഓക്കെ, അപ്പം ശരി, വിളിക്കാം. വിളിക്കാം. ഭഗവാനെ, എന്തെങ്കിലും മനസ്സമാനത്തോടെ എനിക്ക് ഭക്ഷണം കഴിക്കാം. ഇല്ല, എന്റെ തലയിലാവില്ല. എന്നും പറഞ്ഞേ നീ അത് മുതലാക്കാൻ നിൽക്കണ്ട. അവിടെ ക്യാഷ് ഒന്നും ഇല്ല. What you guys are talking about me? He's saying that this time he escaped from paying the bill. Hey Manju, eat as much as you can, okay? This time I'm going to pay the bill. How much did you get back from Martin? 25K, dude. ആഹാ, அப்படினா இன்னும் நமக்கு லாபிஷ் பண்ணிடலாம். ഹലോ ഹലോ அப்போ ഒരു ചില്ലി ചിക്കൻ കൂടി പറ. സർ, ഐ ഗോട്ട് ദ മെയിൽ. ഹലോ ഹലോ സർ, ഹലോ സർ, ഐ തോട്ട് ദാറ്റ് സർ, I have made 5 calls. Of this, 3 will be surely converted. There's a chance for getting 1 tonight. Yes, sir. ഞാനവിടെ ഉണ്ട്. Okay. As soon as I get it, I'll log the sale order in the application. എവിടെ? Thank you, sir. Okay. സയ്യാജി റാവ് റോഡോ? ഞാൻ വരാം. ആ ശരി, ഓക്കെ, ബൈ. ഓഫീസ് ഭയങ്കര ഉറപ്പിക്കലാണ് അവളെ. ഞാൻ ഈ വീക്കെൻഡ് എന്തായാലും നാട്ടിലേക്ക് പോകുന്നു. ശനിയാഴ്ച ഉഗാദിയുടെ അവധി ഉണ്ടല്ലോ. അപ്പോൾ ഫ്രൈഡേ ഒരു ലീവ് എടുത്താൽ മൺഡേ ഓഫീസിൽ പോയാൽ മതി. അതുമാത്രമല്ല, ശനിയാഴ്ച വടക്കേക്കാലം തെയ്യല്ലേ. നീ വരുന്നുണ്ടോ? ഇല്ലപ്പാ, പ്രൊജക്റ്റ് വർക്ക് ഒന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ നാട്ടിലെ തെയ്യല്ലേ. പിന്നെ ഈ വടക്കേക്കാലം തെയ്യത്തിൻ്റെ ശക്തി വേറെയാ. അതായത് 1 കൊല്ലം മുന്നേ തെയ്യം പറഞ്ഞ് എനിക്ക് ജോലി കിട്ടുമെന്ന്. എനിക്ക് കിട്ടിയില്ലേ? അതെന്നോടും പറഞ്ഞതാ. എന്ത്?
കൊല്ലത്തോട് കൊല്ലം തികയുന്ന സമയത്തിങ്കൽ സർവമാംഗല്യ സൗഭാഗ്യങ്ങളും കഞ്ഞിയും കുഞ്ഞിയും എല്ലാം വരുത്തി തന്ന് ഗുണം വരുത്തി സന്തോഷിപ്പിക്കുന്നുണ്ടെൻ്റെ പൈതങ്ങളെ എന്ന്. എന്നിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞു. അതിനിപ്പോ തെയ്യം മാത്രം വിചാരിച്ച പോരല്ലോ. അയ്യടാ, എനിക്കിപ്പം കല്യാണമൊന്നും കഴിക്കണ്ട. അതുമല്ല, സ്കോളർഷിപ്പ് കിട്ടിയാൽ ഞാൻ ഉടനെ US വിടും. നീ ഇന്നലെ എന്തോ അത്യാവശ്യമായിട്ട് പറയണ്ടെന്ന് പറഞ്ഞില്ല, എന്തിനു? അതോ? ആ, അതൊന്നുമില്ല. ഏ, ഒന്നുമില്ലെന്നേ. മാറി എന്ന് സംസാരിക്കുന്നവർക്കൊന്നും ഇവിടെ ഫുഡില്ല. സിസ്ലേഴ്സ് ഒക്കെ കഴിയാറായി. വാടി ഇവിടെ.